ഇതാ ഗ്രാമഫോണേ, ഇതാ വീണ ഫോണേ. വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നേരി നശിപ്പിക്കല്ലേ. ഓ, അതിന്റെ ഒരു നീളം. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉറുമിസേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവന്റെ അടുത്ത് പറഞ്ഞേക്കണം, മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. അച്ഛനും അമ്മയും മരിച്ചതറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് ഇതിന്. എന്തെങ്കിലും ആ അവകാശം തിരിച്ചു വരുമ്പോ ഒരു തിരി വെച്ച് നമസ്കരിക്കാൻ അച്ഛന്റെ അമ്മയുടെ ആ കല്ലറയെങ്കിലും ബാക്കി വെച്ചേക്കണം. എന്താ എന്താ ആ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടിട്. അമ്മാവൻ തിരികെ കൊണ്ടിട പുല്ല്. എന്താ? ഞാൻ വന്നത് എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. കേൾക്കണം പ്ലീസ്. നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒഴിക്കടാ. തീർത്തോ? കിളിവായിൽ അടച്ചു. ഇനി സാധനം കിട്ടിയില്ല. അല്ലെങ്കിൽ സ്വർണത്തിന്റെ വിലയാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശു വെക്കില്ലേ? വീശും. ബോധം പോണം. ഒരു പെണ്ണിന്റെ മുമ്പിലാണ് ഞാനിന്ന് കള്ളനായത്. അത് ശരിയാ. പക്ഷെ സംഗതി ഗുരുതരമാണ്. അവള് പരാതിപ്പെട്ട അനന്തന്റെ ബാർ ലൈസൻസ് തെറിയും. ഇവിടുന്ന് പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും. അവക്ക് രാത്രി ഉറക്കവുമില്ലേ? നാണക്കേടായിപ്പോയി. എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ നിരപരാധിയാന്ന കുട്ടിയെ അറിയിക്കണം. ഈ കൊട്ടാരത്തോട് ഞങ്ങൾക്കുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. എന്നാലും വീട്ടിൽ വന്ന ഒരാളോട് എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാണ്ട് ഇവൾ ഇന്നലെ ചെയ്ത് ഒട്ടും ശരിയായില്ല. രോഹിണി ചെയ്തത് ശരിയാ, തെറ്റ് ചെയ്തത് ഞാനാ. അത് പറയാനാ ഞാൻ ഇന്നലെ അങ്ങോട്ട് വന്നത്. തെറ്റ് ചെയ്ത് ആർക്കും പറയാനുണ്ടാവും കുറെ ന്യായീകരണങ്ങള്. എനിക്കും പറയാനുണ്ട് കുറെ കാര്യങ്ങള്. സ്വന്തം വിധി ഓർത്തുള്ള സങ്കടം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും മോശമായി പെരുമാറിയതും. പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ. ഇപ്പോ പരസ്പരം കുറ്റസമ്മതവും ക്ഷമയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് രോഹിണിയോട് ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞില്ലേ വിധിയാണെന്നൊക്കെ? അതും ഈ കൊട്ടാരം തമ്മിലുള്ള ബന്ധം. കുട്ടികളില്ലായിരുന്ന തമ്പുരാനും തമ്പുരാട്ടി ഒത്തിരി നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയതാ കൊച്ചു തമ്പുരാനെ. സംഗീതപ്രിയനായിരുന്നു. ബാംഗ്ലൂരിലെ കോളേജിൽ നിന്ന് അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിയാ പിന്നെ കൊട്ടാരത്തിൽ എന്നും സംഗീത സദസ്സാ. നൃത്തം ചെയ്യാൻ അറിയാമായിരുന്ന എന്നെ ജീവനായിരുന്നു തമ്പുരാനും തമ്പുരാട്ടിക്കും. വെറും ഒരു കാര്യസ്ഥന്റെ മോൾക്ക് കൊച്ചു തമ്പുരാന്റെ സംഗീതത്തിനൊപ്പിച്ച് ചുവടുകൾ വെക്കാനുള്ള സ്വാതന്ത്ര്യം വരെ തന്നു അവരെനിക്ക്. ചെക്ക്. വരിക. നമസ്കാരം. നല്ല മുഹൂർത്തം. ആൾക്കാരിൽ തന്നെ രാജാവ് കുടുങ്ങിപ്പോകുമല്ലോ തമ്പുരാനെ. ആൾക്കാരിലല്ല, മന്ത്രി വിചാരിച്ചാലും രാജാവിനെ തോപ്പിക്കാൻ പറ്റില്ല മഹാദേവ. കാണാം കാണാം. താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ നാഗേറിയിരിക്കും അല്ലേ രാവുണ്ണി? മഹാദേവനെന്തോ അർത്ഥം വെച്ച് സംസാരിക്കണു. പതിവില്ലാത്ത പല കീഴ്വഴക്കങ്ങളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാതിരിക്കും? ഞാനും ഈ കൊട്ടാരത്തിലെ ഒരു ബന്ധുവായി പോയില്ലേ. എന്താ ഉണ്ടായേ? വളച്ചുകിട്ടില്ലാതെ കാര്യം പറയാ. മോഹനവർമ്മയും കൊട്ടാരം കാര്യസ്ഥൻ രാവുണ്ണിയുടെ മോളെയും ചേർത്ത് എന്തൊക്കെയോ അപശ്രുതികൾ പുറത്തു കേൾക്കുന്നുണ്ട്. മഹാദേവ, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. മോഹനവർമ്മ ആ പെണ്ണും തമ്മിൽ അടുപ്പത്തിലാണ്. വിവാഹം കഴിക്കുമെന്നൊക്കെ ആ പുറത്ത് പറയണം.
ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ച് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ഞാൻ പറയണത് ഒട്ടും വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ കാര്യസ്ഥനോട് എന്നെ നേരിട്ട് ചോദിക്കുക. രാവുണ്ണി, എന്താ നാം ഈ കേൾക്കണേ? രാവുണ്ണി ഈ കൊട്ടാരത്തിലെ ഒരു കാര്യസ്ഥനായിട്ട് മാത്രമല്ല നാം കരുതിയിരിക്കണേ, നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കൂടിയാ. അടിയനൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവില്ല എന്ന് നടിക്കില്ലേ രാവുണ്ണി? മഹാദേവന് സംസാരിക്കാൻ സമയം തരാം. രാവുണ്ണി, രോഹിണിയും ഇവിടുത്തെ ഉണ്ണിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മഹാദേവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? രാവുണ്ണിക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഞാൻ കൊടുക്കണേലേറെ സ്ഥാനവും ലാളനയുമെല്ലാം എന്റെ മോക്ക് ഈ കൊട്ടാരത്തിന് തമ്പുരാനും തമ്പുരാട്ടിയും കൊടുക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അമ്മയില്ലാതെ വളർത്തിയ കുട്ടിയാണ്, ഒരുപാട് ലാളിച്ചു പോയി. ഇനിയിപ്പോ അത് സത്യമാണെങ്കിൽ അവളെ കൊന്നു കുഴിച്ചു മൂടാൻ അടിയൻ തയ്യാറാണ്. ഈ കൊട്ടാരത്തിന് മാനക്കേടുണ്ടാക്കുന്ന ഒരു ജീവിതം അടിയന് വേണ്ട തമ്പുരാനെ. രാജരക്തത്തിന്റെ മഹിമയും രാജവംശത്തിന്റെ വലുപ്പവുമല്ല വലുത്. പരസ്പരം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മനസ്സുകളാണ്. അതവർക്കുണ്ടോ എന്ന് എനിക്കറിയണം. മനസ്സുകൊണ്ട് ഞങ്ങൾ അവളെ എന്നേ മകളായി ദത്തെടുത്തു കഴിഞ്ഞു. അയ്യോ വേണ്ട തമ്പുരാനെ, വേണ്ട. എന്ത് വിട്ടിത്തോ തമ്പുരാൻ പറയണേ? അപ്പൊ മോഹനവർമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന എന്റെ മോളോ? മഹാദേവ, നിന്റെ മകളെ കാത്തിരുന്നിട്ടുള്ളൂ, എന്റെ മകൻ കാത്തിരുന്നിട്ടില്ല. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് ചതിയാണ്. പണക്കുതിയനായ തന്നെ ദൈവമാണ് ചതിച്ചത്. ഈ കൊട്ടാരത്തിൽ അവാസ് സ്ഥാപിക്കാൻ താനെടുത്ത തന്ത്രം അത് നടക്കില്ല മഹാദേവ. ദൈവം ഈ ബന്ധമാണ് വിധിച്ചതെങ്കിൽ ഇതേ നടക്കൂ. മഹാദേവന് പോകാം. ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. MBBS പൂർത്തിയാക്കാൻ കൊച്ചുതമ്പുരാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് മോഹങ്ങളും നെഞ്ചിലേറ്റി ഞാനിവിടെ കാത്തിരുന്നു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം മോഹനവർമ്മ തമ്പുരാൻ തിരിച്ചു വന്നു. കണ്ണുകളിൽ നിന്ന് തിളക്കവും മനസ്സിൽ നിന്ന് സന്തോഷവും സംഗീതവും നഷ്ടപ്പെട്ട് മയക്കുമരുന്നിനടിമയായ എന്റെ പൊന്നു തമ്പുരാൻ. ഉണ്ണി, നീ വന്ന നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കണു. എപ്പോഴും ഇങ്ങനെ മുറിയിൽ കയറി വാതടച്ചിരിക്കുക. സമയത്തിന് കുളിയില്ല, ഭക്ഷണമില്ല. എന്താ നിനക്ക് പറ്റിയേ? പറ ഉണ്ണി. എനിക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് എന്തുണ്ടായ മോനെ? സുഖമില്ലേ? അമ്മയ്ക്ക് പേടിയാവണു നിന്റെ ഈ മാറ്റം കണ്ടിട്ട്. നീ ആരോടാ ഈ വെറുപ്പ് കാണിക്കണേ? എനിക്ക് ആരോടും വെറുപ്പില്ല, സ്നേഹമില്ല. ഒന്ന് പോകുന്നുണ്ടോ എല്ലാരും? ആരോടും സ്നേഹമില്ലാന്ന് പറഞ്ഞത് സത്യാണോ? ആശിക്കാൻ പാടില്ലാത്ത തന്നെ ആശിച്ചത്. പക്ഷെ എന്നെ മറന്നോളെന്ന് തമ്പുരാൻ പറയണെന്ന് കേൾക്കാൻ ഞാനുണ്ടാവില്ല. കൊട്ടാരത്തില് അച്ഛൻ തമ്പുരാനോട് എല്ലാരും പറയണ കേട്ടു. കൊച്ചു തമ്പുരാൻ മയക്കുമരുന്ന് കഴിക്കണുണ്ടല്ലേ? എന്തിനാ ഇങ്ങനെയായേ? എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത്. പേരെടുത്ത ഒരു ഡോക്ടറായി വരാൻ കാത്തിരിക്കുകയാണ് തമ്പുരാനും തമ്പുരാട്ടി. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എന്റെ അച്ഛനും അമ്മയും വേദനിപ്പിക്കാനേ കഴിയൂ. ഈ ചീത്ത സ്വഭാവം ഒന്ന് വേണ്ടാന്ന് വെച്ചാ പോരെ? ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയണില്ല. അതിന് എനിക്ക് ഇവിടുന്ന് പോണം. എന്റെ തമ്പുരാൻ എങ്ങോട്ടും പോകരുത്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ അഭയം പ്രാപിക്കണം. അതിനെനിക്ക് പോയേ പറ്റൂ. നീ അമ്മയും അച്ഛനെയും പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ തിരിച്ചു വരുന്നവരെ ഒരു മകന്റെ സ്നേഹം, മകളുടെ സ്നേഹം ഒക്കെ നീ അവർക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ മനസ്സിലെയും ചിത്തിരപുരം കൊട്ടാരത്തിലെയും പഴയ മോഹനവർമ്മയായി ഞാൻ തിരിച്ചു വരും. വീണ്ടും മറ്റൊരു കാത്തിരിപ്പ്. കൊച്ചുതമ്പുരാൻ എവിടെയാണെന്ന് അറിയാത്ത ദുഃഖത്തിനൊപ്പം അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ആശ്വാസവും മാത്രം കൂട്ടിന്.
രോഹിണിക്കൊരു കത്ത് പോലും മോനോർമ്മ അയച്ചില്ലേ? അയച്ചു. ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഉടൻ തന്നെ മടങ്ങി വരുമെന്നും എനിക്ക് എഴുതിയിരുന്നു. അതറിഞ്ഞ തമ്പുരാനും തമ്പുരാട്ടിക്കും ആശ്വാസമായി. എന്നിട്ട് പിറ്റേന്ന് തന്നെ തമ്പുരാനും തമ്പുരാട്ടി മോനെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസം മുൻപ് ആരോടും പറയാതെ അവിടുന്ന് പോയത്രേ. കൊച്ചു തമ്പുരാനെ കാണാതെ നിരാശരായി മടങ്ങിയെത്തിയ രാത്രിയിലാണ് തമ്പുരാനും തമ്പുരാട്ടിയും കൊല്ലപ്പെട്ടത്. അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതറിഞ്ഞിട്ടും വരാത്ത മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നൊക്കെ രോഹിണി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? വരും. എന്റെ കൊച്ചു തമ്പുരാൻ തിരിച്ചു വരും. എനിക്ക് ഉറപ്പുണ്ട്. അത് സത്യമാവാൻ ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ നിവൃത്തികേട് കൊണ്ട് ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, രോഹിണിയുടെ കൊച്ചു തമ്പുരാൻ തിരിച്ചു വരുമ്പോ ഈ കൊട്ടാരത്തിന് നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല.